ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണേ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ പുതിയ ഫോൺ എടുത്തിട്ട് അതിൽ വീഡിയോസ് 2-3 എടുത്തു. ബട്ട് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ ആണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കണതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്നോട് ആദ്യമായിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈ പഴംപൊരി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് ഇടുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് ഒന്ന് വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൈദയും ഉപ്പും ഒരു ശകലം ഉപ്പും പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അത് ഒന്ന് കട്ടി ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടാറുണ്ട്. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇടണം. ഇവിടെ പിള്ളേർക്ക് അത്യാവശ്യം മധുരം നല്ലോണം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അധികം പഞ്ചസാര ഇടാറുണ്ട്. മധുരം ഇഷ്ടമില്ലാത്തവർ ഇത്തിരി ഇട്ടാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം. അതും നമുക്ക് കളർ എന്തോരം വേണം എന്നുള്ള, അധികം മഞ്ഞച്ചിരിക്കണ്ടാത്തവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. പിന്നെ എള്ള് ഒരിത്തിരി എള്ളും ഇടാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണത് വീഡിയോ ഓൺ ചെയ്തിരുന്നു, ബട്ട് അത് ഓണായില്ല. അപ്പോൾ അതങ്ങനെ ആയിപ്പോയി ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയത് ഇതാണ്. എല്ലാം മിക്സ് ചെയ്ത്, വേറെ ഒന്നുമില്ല, വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഇത്തിരി കട്ടിക്ക് എടുക്കുക. ഇപ്പോൾ കണ്ട നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവണം. അത്രയും കട്ടിക്ക് മാവ് കലക്കിയെടുക്കുക. അഫയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് കണ്ടിട്ട് പഴമൊക്കെ കൊണ്ടുവന്ന് ക്യാമറയുടെ മുമ്പിലൊക്കെ പിടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറ്. ഇവിടെ അത്ര കട്ടി ഇഷ്ടമല്ല. അപ്പോൾ ഒരു പഴം ഒരു 4 പീസാക്കി ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, നമ്മളിങ്ങനെ പല യൂട്യൂബ് ചാനലും കാണുമ്പോൾ അവരിങ്ങനെ പറയുമല്ലോ അതിൻ്റെ റെസിപ്പി ഇടാമോ എന്ന് ചോദിച്ച്, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടണേന്നൊക്കെ. അപ്പോൾ നമ്മളോടും അങ്ങനെ ആദ്യമായിട്ട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഞാൻ ഫോൺ വാങ്ങിച്ചപ്പോൾ ഹാങ് ആയതുകൊണ്ടാണ് ഇടാൻ ഇത്രയും ലേറ്റായത്. അപ്പോൾ ഈ ഫോൺ വാങ്ങിയപ്പോൾ ഞാൻ ആദ്യം തന്നെ മനസ്സിൽ വിചാരിച്ചത് ഇങ്ങനെയായിരുന്നു, ഇതെന്തായാലും ഫസ്റ്റ് വീഡിയോ പഴംപൊരിയുടെ ഇടാം, അത് കഴിഞ്ഞ് ഇനിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള വീഡിയോസൊന്ന്. അപ്പോൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പിന്നെ ഇവിടെ മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ ആ ഒരു അങ്ങനെ അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ള ടൈമും പിന്നെ ഈ മഴയുടെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പറ്റാറില്ല. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് മൈദയിൽ മുക്കിയിട്ട് പഴം ഓരോന്നായിട്ട് ഇട്ട് ഫ്ലെയിം കൂട്ടി തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണ അതിൽ പിടിക്കും. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് അത് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടാം. ഞാൻ ഈ പപ്പടം കുത്തി വെച്ചിട്ടാണ് മറിച്ചിടാറ്. മറ്റേ പിടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇങ്ങോട്ട് മറിച്ചിടാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. മഴ ആയതുകൊണ്ടാണെങ്കിൽ പിള്ളേർക്കൊക്കെ നല്ല വിശപ്പാണ്. അപ്പോൾ ഇപ്പം നല്ല തണുപ്പും, അപ്പോൾ നല്ല ചൂടനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം കഴിച്ചോളും. പിന്നെ വിശപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കാനുള്ള വിശപ്പൊന്നും അല്ല കേട്ടോ, ചോറ് കഴിക്കാൻ മടിയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേഗം തീർന്നോളും. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പത്ത് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും തിളച്ചിട്ടുണ്ട്. മഴ ഒന്ന് തുള്ളി ഇട്ടിട്ടുണ്ട്. ഇത്ര നേരം നല്ല പെയ്ത്തായിരുന്നു. പിന്നെ പഴംപൊരി പൊരിച്ച മാവ് ബാക്കി വന്നപ്പോൾ ഞാൻ 2 ബ്രെഡും എടുത്തിട്ട് പൊരിച്ചേർന്നിട്ടാണ് കട്ട് ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 3 പേരും കൂടി ചാരുപടി വന്നിരുന്ന് നല്ല ചൂടൻ ബ്രെഡ് പൊരിച്ചതും പഴംപൊരിയും ചായയും കുടിച്ച്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കണത്. ഇനി പലവരും പല ടൈപ്പ്, ചിലവർ മുട്ടയൊക്കെ അടിച്ച് ചേർക്കും ആ മാവിൽ. ഞാനത് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഷബാന എന്നാണ് ആ സബ്സ്ക്രൈബറുടെ നെയിം കിടക്കണത്. അതാരാന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നെ അറിയണ ആളാണോ എൻ്റെ ഫാമിലിയിലുള്ള ആളാണോ എന്നൊന്നും അറിയില്ല. പറ്റി എനിക്കതൊന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഫാമിലിയിൽ ഷബാന എന്ന് പേരുള്ളത് എൻ്റെ ഒരു കുഞ്ഞുമ്മയുടെ മരുമോളാണ്. അവളെ ഞങ്ങൾ മിന്നു എന്നാണ് വിളിക്കണത്. അവളാണോ എന്നും എനിക്കറിയില്ല. ആരാണെങ്കിലും കമൻറ്റ് ചെയ്യുക.
പിന്നെ എന്താ മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.